സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുള്ള നക്ഷത്രക്കാര്. ഇന്ന നക്ഷത്രക്കാര് ഒരുപാട് ധനസമ്പത്തിലേക്ക് കുതിക്കും, അവർക്ക് ധനം വന്ന് കുമിഞ്ഞുകൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ വിളിച്ചിട്ട് പറയാറുണ്ട്. ഇത്രയൊക്കെ കേട്ടു ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഗുണവും കിട്ടിയിട്ടില്ല, അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. ജാതകത്തിലെ ദശാകാലം, ദശാസന്ധി, ദശാകാലം, അന്തർദശാകാലം ഇതെല്ലാം നമ്മൾ നോക്കണം. അവരുടെ ഓരോ ജാതകത്തിലെ ഓരോ ഗ്രഹത്തിൻ്റെയും ഓരോ ഗ്രഹങ്ങളും ഗോചരം ചെയ്യുമ്പോഴുണ്ടാകുന്ന പൊസിഷൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ ആ പൊസിഷൻ, ഓരോ പ്ലാനറ്റിൻ്റെയും പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ, അത് മാത്രമല്ല ഓരോ പ്ലാനറ്റും പൊസിഷന് അനുസരിച്ച് നമ്മൾ ഗോചരം പറയുമ്പോൾ ആ ഗോചരത്തിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് സപ്പോർട്ടീവാണോ നോൺ സപ്പോർട്ടീവാണോ എന്നൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഒരു അശ്വതി നക്ഷത്രം എടുത്തു, അല്ലെങ്കിൽ ഒരു മകൻ നക്ഷത്രം എടുത്തു, അവിടെ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയില്ല എന്ന്, സാമ്പത്തിക നഷ്ടം വരുന്നൊരു നക്ഷത്രത്തിൽ അശ്വതി പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചാലും ഇപ്പുറത്തൊരു അശ്വതി നക്ഷത്രക്കാരനോ കാരിയോ ചിലപ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നുണ്ടാവാം. അവിടെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മളുടെ ജനിച്ച സമയം അനുസരിച്ചുള്ള നമ്മുടെ ജാതകം നോക്കണം. ആ ജാതകം വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഗോചരം ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങളുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റും. അതനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ നോക്കണം. പിന്നെ മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ പ്ലാനറ്റ്സ്, ഇപ്പോൾ ശനി, നിങ്ങളുടെ ജാതകത്തിൽ ശനി നിങ്ങൾക്ക് സപ്പോർട്ടീവ് അല്ലാത്തൊരു പ്ലാനറ്റാണ്, ഒരു ഇതാണെന്ന് വിചാരിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ എനിക്ക് ശനി സപ്പോർട്ടീവ് അല്ലാത്തൊരു പ്ലാനറ്റാണ്. ഇപ്പോൾ ശനിയുടെ ഗോചരം എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നു എന്ന് കോമൺ ആയിട്ട് നമ്മൾ കേട്ടു. ഈ കോമൺ ആയിട്ട് നമ്മൾ കേട്ട് കഴിയുമ്പോൾ തോന്നുകയാണ്, എൻ്റെ നക്ഷത്രം വച്ചടി കയറ്റാണ് ഇപ്രാവശ്യം എന്ന് വിചാരിക്കും. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ടും ഒരു കയറ്റവും ഇല്ല, ഒരു ഗുണവും, ഒരു അനുഭവമില്ല. അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അയ്യോ എനിക്ക് നഷ്ടമാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് മോശ സമയമാണല്ലോ എന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് പ്ലാനറ്റ് നിൽക്കുന്ന പൊസിഷനും അതിൻ്റെ ഗോചരവും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഈ ജാതകം പഠിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ ജാതകം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് പഠിച്ചിട്ടുള്ള ദൈവജ്ഞൻ്റെ അടുത്ത് പോയിട്ട് വിശദമായിട്ട് ഒരു 15-20 മിനിറ്റ് ഇരുന്ന് വളരെ വ്യക്തമായിട്ട് അത് നോക്കിയിട്ട് ഓരോ പ്ലാനറ്റും സപ്പോർട്ടീവ് ആണോ അൺസപ്പോർട്ടീവ് ആണോ നോൺ സപ്പോർട്ടീവ് ആണോ എന്ന് നോക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഗുണം കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഗുണം കിട്ടില്ല. അപ്പം ഇനി ഗുണം കിട്ടാണ്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുണം കിട്ടാണ്ട് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് പരിഹാരങ്ങൾ കാണാം. അപ്പോൾ റെമഡി ഉണ്ട്. ആ റെമഡി നമുക്ക് എന്താണ്? പ്രാർത്ഥനയാവാം, ക്ഷേത്രങ്ങളാവാം, പൂജയാവാം, ചിലപ്പോൾ ജപങ്ങളാവാം, ചിലപ്പോൾ ധ്യാനമാവാം. അതെന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. സാമ്പത്തിക നഷ്ടം വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കൊക്കെ അവർക്ക് ഈ പറയുന്ന കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മകംപൂരം, ഉത്രം, കാൽ നക്ഷത്രക്കാർക്കൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ അനിഴം, വിശാഖം നക്ഷത്രക്കാർക്ക്, തൃക്കേട്ട നക്ഷത്രക്കാർക്ക്, മീന നക്ഷത്രത്തിൽപ്പെട്ട പൂരോരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും ഈ പറയുന്ന സാമ്പത്തിക ബാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളും വന്നു ചേരാം. പിന്നെ തിരുവോണം നക്ഷത്രക്കാർക്ക്, ഇങ്ങനെയുള്ള ചില നക്ഷത്രക്കാർക്കൊക്കെ സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയുകയാണ്, ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗോചരം മാത്രമല്ല, നമ്മുടെ ജാതകത്തിലെ ഓരോ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ആ പ്ലാനറ്റ് നമുക്ക് സപ്പോർട്ടീവ് ആണോ നോൺ സപ്പോർട്ടീവ് ആണോ നോക്കിയിട്ട് അതിനും കൂടെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗോചരത്തിൻ്റെ ഗുണങ്ങളും കൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റും.